എ.കെ.ജിയോട് ഇത്രമാത്രം അടുപ്പവും ആരാധനയുമുള്ള ഒരാൾ എങ്ങനെയാണ് സി പി ഐയിൽ വന്നതെന്നുള്ളതാണ്. വ്യക്തി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. പ്രസ്ഥാനത്തിന് താഴെയ വ്യക്തി. എ.കെ.ജി എന്ന് പറയുന്ന വ്യക്തിയെ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്ന, ആരാധിക്കുന്നു. പക്ഷെ പ്രസ്ഥാനം അതിന് മേലെയാണ്. നമ്മുടെ പാർട്ടി പിളരുന്നതിന് അന്നുണ്ടായ കാരണങ്ങളിൽ നാഷണൽ കൗൺസിലിലെ 111 പേരിൽ 32 പേർ ഇറങ്ങി വരിക. ഭൂരിപക്ഷമാണ്. നമ്മൾ പഠിക്കുന്ന പ്രാഥമിക പാഠെന്താ? പാർട്ടി പഠിപ്പിക്കുന്നത് ഭൂരിപക്ഷ തീരുമാനം ന്യൂനപക്ഷം അംഗീകരിക്കണം ആണല്ലോ. ആ പ്രിൻസിപ്പിൾ ഞാൻ പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ വേറെ. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ എടുപ്പാണല്ലോ. പക്ഷെ പാർട്ടി വേറെ, രാഷ്ട്രീയം വേറെ. അതുപോലെ എ.കെ.ജിയോട് ആരാധനയുണ്ട്, സ്നേഹമുണ്ട്, എ.കെ.ജി ബഹുമാനിക്കുന്നു, എ.കെ.ജി അത്ര വലിയ പോരാളിയാണ്, ഇഷ്ടപ്പെടുന്നു എല്ലാമാണ്. പക്ഷേ എ.കെ.ജിയുടെ പാർട്ടിയിലേക്ക് പോകണമെന്നില്ലല്ലോ. അതുപോലെ എത്ര ആളുകൾ നമ്മൾ ആരാധിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയെ നമ്മൾ പിന്തുടരുന്നത്, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയിലേക്ക് നമ്മൾ പോകുമോ? ഇല്ല. അതുകൊണ്ട് അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊരു തീരുമാനം അതാണ്. അതുകൊണ്ട് എ.കെ.ജിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇത് നമുക്ക് ഇതുകൊണ്ടൊരു ഗുണം എന്താ ചോദിച്ചാൽ, ഈ മുടി മുറിക്കുന്നതിൻ്റെ മുടീൻ്റെ കാര്യം പറഞ്ഞല്ലോ. മുടീൻ്റെ കാര്യം ഇപ്പോൾ ടെക്നോ പാർക്കിൽ വെച്ചിട്ടാണ് ഒരിക്കലും മുടി വെട്ടിക്കൊടുത്ത്. നമ്മളെ RCCയിലെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് മുടി വെക്കാൻ വേണ്ടി അംബികാപ്പള്ളിയും പാർട്ടിയും ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അവർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത് 9 ഇഞ്ച്. അതാണ് ആദ്യമായും വെട്ടിക്കൊടുത്തത്. ഇപ്പം മുടി വെട്ടലില്ല, ഇപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മുടിയെന്ന് പറയുന്നത് ഒരു ഓർമ്മയായിട്ട്, ഒരു ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മയായിട്ട് ഇപ്പം കൊണ്ടു കിടക്കുകയാണ്. അതിൽ ഒരു വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ എണ്ണ തേക്കണ്ട, സോപ്പ് തേക്കണ്ട, ഒന്നും വേണ്ട. ഇതെങ്ങനെ അങ്ങ് പോയിക്കോളൂ. എൻ്റെ ഭാര്യ 3 മക്കൾ, 3 ആൺമക്കളാണ്. രാകേഷ്, രൂപേഷ്, രതീഷ്. രാകേഷ് അവിടെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇങ്ങനെ വീടുകളൊക്കെ വെക്കുന്ന ഒരു ചെറിയ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. രണ്ടാമത്തവൻ അഡ്വക്കറ്റാണ് രൂപേഷ്. മൂന്നാമത്തവൻ ഗൾഫിൽ ഒരു കമ്പനിയിൽ, ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒരു കമ്പനിയിൽ അവൻ ജീവനക്കാരനാണ്. 3 പേരും കല്യാണം കഴിച്ച് 3 പേർക്കും മൊത്തം 5 കുട്ടികളുണ്ട്. മൂത്തവന് 2 കുട്ടികൾ, രണ്ടാമത്തവൻ 1, മൂന്നാമത്തവൻ 2 കുട്ടികൾ. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്. എൻ്റെ വീട്ടിൽ ആദ്യമായി ഒരു പെണ്ണ് പറഞ്ഞത് അത് 3ാമത്തവൻ്റെ കുട്ടിയാണ്, പെൺകുട്ടി. എല്ലാവരും പഠിക്കുന്നുണ്ട് കുട്ടികൾ. നമ്മളെല്ലായിടത്തെയും മനുഷ്യരെ ഒരുപോലെ കാണണം. ഈ തിരുവനന്തപുരത്തെ പറ്റി ഒരുപാട് തെറ്റായ ധാരണയായിട്ടാണ് ഞാനും വരുന്നത്. എന്നോട് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം, കണ്ണൂർ പോലില്ല. നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ജനങ്ങളെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആദ്യം അതാ വേണ്ടത്, അവിടുത്തെ ജനങ്ങളെ പഠിക്കണം. ഇവിടെ നിങ്ങൾ പഴയ കാലത്തെ രാജഭരണത്തിൻ്റെ ഒരു പിന്മുറക്കാരെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ അതുപോലെ നമ്മൾ അവരോട് പെരുമാറണം. അല്ലാതെ നമ്മൾ മലബാറിലെ പഴയ കാലത്തെ ആഢ്യത്വം പോലെ നമുക്ക് ഇവിടെ പെരുമാറാൻ പറ്റുമോ? ഇല്ല. തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ പറയുന്നത് തിരുവനന്തപുരത്തുകാരെല്ലാം പരദോഷത്തിലൊക്കെ വിദഗ്ധന്മാരാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. എല്ലാം എല്ലായിടെയും ഒരുപോലെയാണ്. അത് ചിലത് ഏറ്റക്കുറച്ചിലുണ്ടാവും, സ്വാഭാവികം മാത്രം.